ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടർന്ന് എക്സൈസ്. റിയാലിറ്റി ഷോ താരം ജിൻഡോ, സിനിമാ നിർമ്മാണ സഹായി ജോഷി എന്നിവരെ ഇന്ന് ചോദ്യം ചെയ്തു. തസ്ലിമയെ വർഷങ്ങളായി അറിയാമെന്നും പരിചയത്തിന്റെ പേരിൽ പണം നൽകിയിട്ടുണ്ടെന്നും ലഹരി ഇടപാട് അറിയില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരായ ജോഷി പ്രതികരിച്ചു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒന്നാം പ്രതി തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെ കേന്ദ്രീകരിച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. രാവിലെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ ജോഷിയുടെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. തസ്ലീമയുടെ ലഹരി ഇടപാടുകളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം പുറത്തിറങ്ങിയ ജോഷിയുടെ പ്രതികരണം. ഞാൻ ബേസിക്കലി ഫിലിം പ്രൊഡ്യൂസറായിട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് തസ്ലീമിനെ, അല്ലാതെ യാതൊരു വിധ ഇടപാടൊന്നും ഇല്ല. അത് ഓൾറെഡി നമ്മൾ സാറിനോട് അശോക് സാറോട് പറഞ്ഞു. ഓൾറെഡി ആർട്ടിസ്റ്റുകളെ കൊടുക്കുന്നതാണ്. അല്ല, അങ്ങനെ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. പ്രൊഡ്യൂസറാണ് നമ്മൾ. അവള് ഒരു കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളത് കണക്ട് കൊടുക്കും, അല്ലാതെ വേറെ ഒരു ഇടപാടൊന്നും ഇല്ല. 10 മണിയോടെ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് മുൻ ബിഗ് ബോസ് താരം ജിൻഡോ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തിയത്. തസ്ലീമ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചിട്ടുണ്ടെന്നും അതിലൊരാളാണ് താനെന്നുമായിരുന്നു ജിൻഡോയുടെ പ്രതികരണം. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം വേണ്ടേ, നിങ്ങളെ ആയിട്ട് എനിക്ക് പരിചയമുണ്ടോ? ഇല്ല. നിങ്ങളായിട്ട് എനിക്ക് പരിചയമില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ല? അറിയാം. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം. ഈ പറഞ്ഞ ഈ ലോകത്ത് എൻ്റെ നമ്പറില്ലാത്ത ആൾക്കാർ കുറവാണ്. തസ്ലീമല്ല, ഞാനാ ഫേമസ് ആയിക്കണേ. എൻ്റെ നമ്പർ അവരുടെ കയ്യിലാണ്. എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്നാം പ്രതി തസ്ലീമയുടെ മൊബൈൽ ഫോൺ പരിശോധനയിൽ സിനിമാ മേഖലയിലുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകൾക്ക് ഹൈബ്രിഡ് ലഹരി വിൽപ്പനയുമായി ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.